ഇപ്പോൾ ചിലപ്പം നിങ്ങൾ ഓപ്പോയുടെ അല്ലെങ്കിൽ റിയൽമിയുടെ ഒരു ഫോണൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഫോണുകളിലൊക്കെ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ആവുന്നതിന് മുമ്പ് ഇപ്പം ഈ ഒരു കോൾ റെക്കോർഡ് ആവാൻ പോവാണ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റിയൽമിയുടെ അല്ലെങ്കിൽ ഓപ്പോയുടെ ഫോണുകളിൽ ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ട്രിക്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ഫോണുകൾക്കും വർക്ക് ആവുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഇനി അതല്ല റിയൽമിയുടെ അല്ലെങ്കിൽ ഓപ്പോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര കഷ്ടപ്പെടുന്നു വേണ്ട, വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഓ ഡയലർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഓ ഡയലർ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ആപ്പ് കാണാൻ പറ്റും. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇത് ഡിഫാൾട്ട് ആയിട്ടുള്ള ഫോൺ ആപ്പായിട്ട് സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഓ ഡയലർ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെറ്റ് ആസ് ഡിഫാൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചില പെർമിഷൻസ് ചോദിക്കും. എലോ ക്ലിക്ക് ചെയ്യുക, വീണ്ടും എലോ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ആപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്യാണ്. അപ്പം ഈ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്തതിന് ശേഷം ഞാനിത് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കോൾ റെക്കോർഡ് ആവുന്നതിന് മുമ്പ് ആ ഒരു അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പോയുടെ റിയൽമിയുടെ ഒക്കെ ഫോണുകളിൽ കോൾ അനൗൺസ്മെന്റ് ഫീച്ചർ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.